Chapter 10 question and answers ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. First question. He is the last link in the distribution channel. He sells goods in small quantities. Who is the trader? ആരാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ഏറ്റവും ലാസ്റ്റ് ലിങ്കിൽ വരുന്നത്? എന്നിട്ട് ഗുഡ്സും ചെറിയ ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ വിൽക്കുന്നത് ആരാണ്? റീറ്റെയിലർ. ക്ലിയർ അല്ലേ? Absence of salesman is one of the most important feature of this shop. Identify the shop and state its features. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ട് ആൻസേഴ്സ് പിക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി മിഡിൽമാൻ സെയിൽസ്മാൻ ഇല്ലാതെ നമ്മൾ എടുക്കുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺസ് ഹെൽപ് the customer in taking the right buying decisions? ആരാണ് കസ്റ്റമേഴ്സിനെ പ്രോപ്പർ ആയിട്ട് ബൈയിങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കമ്മീഷൻ ഏജന്റ്. ആരാണ് കസ്റ്റമേഴ്സിനെ ബൈയിങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? മാനുഫാക്ചറർ ആണോ, റീറ്റെയിലർ ആണോ, കമ്മീഷൻ ഏജന്റ് ആണോ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ റീറ്റെയിലേഴ്സ് ആണ് സ്മോളർ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് വിൽക്കുന്നത്. അവർ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് ദ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓഫ് ഇന്റേണൽ ട്രേഡ്. ഐഡന്റിഫൈ ദ ഡിഗ്നിറ്ററി ആൻഡ് റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് ഇറ്റ്. ആരാണ്? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഒരു ലിങ്ക് ചാനലിൽ ഏറ്റവും അവസാനം വരുന്നത് റീറ്റെയിലർ ആണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് റീറ്റെയിൽ ട്രേഡിന്റെ ഫങ്ഷൻസ്? ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് to the ultimate customers is known as retail trade. Retailer serves as an important link between the producers and consumers. Is the distribution of products and services. Retail trade എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിലേഴ്സിന് അടുത്തുനിന്ന് സാധനങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ച് ചെറിയ ക്വാണ്ടിറ്റീസിൽ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതിനെയാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സ് ആണ് ഹോൾസെയിലേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെയും ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Dash is a form of retail trading which goods are ordered and distributed through post or mail and payment is also made through mail. എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് മെയിൽ ത്രൂ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മെയിൽ ഓർഡർ ബിസിനസ് ആണ്. സോ അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലിമിറ്റേഷൻസ്, മെയിൽ ഓർഡർ ബിസിനസിന്റെ ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്. മെയിൽ ഓർഡർ ബിസിനസിന്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറയാനാണെങ്കിൽ ബയറും സെല്ലറും തമ്മിലുള്ള പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് വലിയൊരു ലിമിറ്റേഷൻ. അതേപോലെ തന്നെ ബയർക്ക് പേഴ്സണലി ഓരോ പ്രോഡക്ട്സും ഇൻസ്പെക്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ഗുഡ്സ് മാത്രമേ മെയിൽ ഓർഡർ ബിസിനസ് ത്രൂ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് പീപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നില്ല. കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് പ്രോഡക്റ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. Next question. Radhakrishna Reddy, a textile owner in Kollam, purchased bulk quantities of goods from a mill at Ahmedabad. State the nature of trade. Write 3 features of that trade. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റീസിലാണെന്ന്. അപ്പൊ തന്നെ നമുക്കറിയാം അവിടെ നടക്കുന്നത് എന്ത് ട്രേഡാണ്? ഹോൾസെയിൽ ട്രേഡ് ആണ്. ഹോൾസെയിൽ ട്രേഡിന്റെ വലിയൊരു ഫീച്ചറാണ് ബൈയിങ് ആൻഡ് അസംബ്ലിംഗ്. Wholesalers buy goods from different producers to keep them in a central place. Wholesalers products വാങ്ങിച്ചിട്ട് ഒരു central placeൽ keep ചെയ്ത് വയ്ക്കും. Then warehousing. The goods are to be kept in warehouses till they are sold to retailers. Goods കൃത്യമായിട്ട് warehouse നിന്ന് വാങ്ങിച്ച് റീറ്റെയിലേഴ്സിൽ കൃത്യമായിട്ട് വിൽക്കുന്നു. അതേപോലെ പ്രൈസിങ് ചെയ്യുന്നത്, അതായത് ഓരോ പ്രോഡക്ട്സിനെയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഹോൾസെയിലർ ആണ്. Dash is a form of retail trading that originated in USA. In this form, the business transactions are done through post or mail. Identify the form of retail trade. Point out 2 limitations. Already repeated question ആണ്. USA-ൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് മെയിൽ ഓർഡർ ബിസിനസ്. ലിസൺ, മെയിൽ ഓർഡർ ബിസിനസ് USA-ൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിൽ ഓർഡർ ബിസിനസ്സിനുള്ളത്? ലാർജ് എമൗണ്ട് ഓഫ് മണി അഡ്വർടൈസ്മെന്റ്സിന് ആവശ്യമായിട്ട് വരും.
ബയറും സെല്ലറും തമ്മിൽ പേഴ്സണൽ കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ബയർക്ക് ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കത്തില്ല. Next question. Every morning, three-wheeled vehicle appears in front of your house, selling vegetables to the households. Identify the type of retailer. Mention two characteristics. നമ്മുടെ മുമ്പിൽ വണ്ടികളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് ഹോക്കേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും they deal with cheap and light articles like vegetables, fruits, toys, etc. അതേപോലെ തന്നെ അവർ വീൽഡ് കാർട്ടിലായിരിക്കും പ്രോഡക്ട്സ് വിൽക്കുന്നത്. Next question ചോദിച്ചിരിക്കുന്നത് wholesalers are unnecessary in the present distribution system. Their elimination will be beneficial to the society. Do you agree with the statement? Discuss the light of modern trends in marketing. Actually, wholesalers ഇല്ലാത്തതാണോ ഗുണം എന്നുള്ളതാണ് question. Answer is no. നമുക്ക് wholesalers-ന്റെ സർവീസസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. They offer various services to manufacturers and retailers. Wholesale trade എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wholesale trade means buying goods in large quantities. Producers-ന്റെ അടുത്ത് നിന്ന് large quantities-ൽ goods വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ smaller quantities-ൽ retailers-ന് വിൽക്കുന്നു. Wholesalers എപ്പോഴും important link between manufacturers and retailers ആയിട്ട് ആക്ട് ചെയ്യുന്നു. Which of the following is not a part of an export document? Commercial invoice, certificate of origin, bill of entry, bill of lading. ഇതിൽ ഏതാണ് എക്സ്പോർട്ട് ഡോക്യുമെന്റിന്റെ ഭാഗമല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രി ഒരു എക്സ്പോർട്ട് ഡോക്യുമെന്റിന്റെ ഭാഗം അല്ല. Mr. Benjamin displays a lot of magazines on busy street corner near railway station. Identify the type of retailer. പുസ്തകങ്ങളൊക്കെ സ്ട്രീറ്റിന്റെ കോർണറിൽ വിൽക്കുന്നതിനെയാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാനാണെങ്കിൽ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള കോമൺ യൂസിനുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വിൽക്കുക. ജനറലി അത് സ്ട്രീറ്റ് കോർണേഴ്സിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഷോപ്പ്. സെയിൽസ്മാൻ ഇല്ലാത്ത ഷോപ്പ് ഏതായിരിക്കും? അതാണ് റിറ്റെയിൽ ബിസിനസ് ആണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സൂപ്പർ മാർക്കറ്റ്സ് ആണ് പൊതുവെ സെയിൽസ്മാനെ കാണാത്തത്. അത് ടൗണിന്റെ സെന്ററിലായിരിക്കും കാണുക. ക്യാഷ് ബേസിസിലായിരിക്കും ഗുഡ്സ് വിൽക്കുക. അതേപോലെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അവിടെ ഉണ്ടായിരിക്കും. സെയിൽസ്മാൻസ് ഉണ്ടാവാറില്ല കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അശോക ഏജൻസീസ് sell goods directly to customers by avoiding middlemen. Identify type of business. Explain forms of business. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അശോക ഏജൻസീസ് കസ്റ്റമേഴ്സിനെ മിഡിൽമാൻ ഇല്ലാതെ ഡീൽ ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോംസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വരുന്നതാണ് ഡയറക്റ്റ് മെയിൽ, കാറ്റലോഗ് റീറ്റെയിലിംഗ്, ടെലിമാർക്കറ്റിംഗ് എക്സെട്ര. The absence of salesman important feature of this shop. Repeated question. Answer is supermarket. Next question. A commerce teacher while going through a topic, internal trade, cites the examples of Bata Shoe Company having headquarters in Mumbai when its showrooms in different locations all over India. The products of the company carry the same price in all these showrooms. Identify the shop type and examples, list features. മൾട്ടിപ്പിൾ ഷോപ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ബിക്കോസ് ഇതിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ കാണും. അവരുടെ ബ്രാഞ്ചസ് ഓൾ ഓവർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കും. അവിടെ എല്ലാം കൊടുക്കുന്നത് സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും, സിമിലർ പ്രൈസസിലായിരിക്കും. ബ്രാഞ്ചസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യം ഒട്ടാകെ ലൊക്കേറ്റ് ചെയ്തിരിക്കും. എന്തൊക്കെ ഫീച്ചേഴ്സാണ് മൾട്ടിപ്പിൾ ഷോപ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് മാത്രം, ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് മാത്രമേ അവർ വിൽക്കത്തുള്ളൂ. ബ്രാഞ്ചസ് സിമിലർ ഗുഡ്സ് ആയിരിക്കും വിൽക്കുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം, അതേപോലെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം കൺട്രോളും ഉണ്ടായിരിക്കും. മിഡിൽ മെന്നെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വർക്ക്സ് ഓൺ ക്യാഷ് ആൻഡ് ക്യാരീസ് ഓൺ പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. വീൽഡ് കാർട്ട്സിൽ, ബൈസൈക്കിൾസിൽ പ്രൊഡക്ട്സ് വന്ന് വിൽക്കുന്നവരെ എന്താണ് പറയുന്നത്? ഹോക്കേഴ്സ്. Next question. The departmental undertaking is the oldest and most traditional form of organizing public sector enterprises. List features. Departmental undertaking and features ആണ് ചോദിച്ചിരിക്കുന്നത്. This enterprise is financed by an annual appropriation from the budget of the government and all revenue is paid to the treasury. Annual appropriation വെച്ചിട്ട് ബജറ്റ്സ്, ഗവൺമെന്റിന്റെ ബജറ്റ്സ് വെച്ചിട്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ കാര്യങ്ങൾ നടക്കുക.
ഓഡിറ്റിന് വിധേയമായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the type of retail trade which is totally depend on advertisement. അഡ്വർടൈസ്മെന്റ്സിൽ ബേസ് ചെയ്തിട്ടുള്ള റീറ്റെയിൽ ട്രേഡ് ആണ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a petty retailer having temporary independent shops keeps on changing from one place to another. ഒരു ചെറിയ കടക്കാരനാണ്, അദ്ദേഹം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനാണ് ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, these are the retail shops that normally deal in standardized consumer products through a network of shops with a similar appearance. Name it. Similar appearanceൽ സ്റ്റാൻഡേർഡൈസ്ഡ് കൺസ്യൂമർ പ്രൊഡക്ട്സ് വിൽക്കുന്ന സ്റ്റോറുകളാണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്ക് പർച്ചേസിൽ ഗുഡ്സ് വാങ്ങിച്ച് ബ്രാഞ്ചസിന് കൂടെ വിൽക്കും. ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. അവർക്ക് ബാഡ് ആക്ടിന്റെ ഒരു റിസ്ക് വരുന്നില്ല, കാരണം ക്യാഷ് ബേസിസിലാണ് പ്രോഡക്ട്സ് വിൽക്കുന്നത്. അഡ്വർടൈസ്മെന്റ്സ് ബ്രാഞ്ചസിൽ അഡ്വർടൈസ്മെന്റ്സ് ഹെഡ് ഓഫീസ് വഴി പോയിക്കോളും. മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, these types of retailers have no fixed place for business. They frequently move from one place to another. എന്ത് ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് ആണിത്? ഐറ്റിനറന്റ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് ആണിത്. അവരാണ് ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. they have to move from one place to another along with their goods. Characteristics എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are small traders having limited resources. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡെയിലി യൂസിന് വേണ്ട പ്രൊഡക്ട്സ് ആയിരിക്കും അവർ വിൽക്കുന്നത്. അതേപോലെ തന്നെ they emphasize providing greater service to customers. അവർക്ക് ഒരു ഫിക്സഡ് പ്ലേസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കത്തില്ല. എന്തൊക്കെ ടൈപ്സ് ആണ് ഐറ്റിനറൻസിനുള്ളത്? ഒന്നാമത്തത് പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈസൈക്കിൾസിൽ, ഹാൻഡ് കാർട്ടിൽ, സൈക്കിൾ റിക്ഷോയിലൊക്കെ അവരുടെ തലയിൽ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പ്രൊഡക്ട്സ് വിൽക്കുന്നതിനെയാണ് പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് എന്ന് പറയുന്നത്. നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ലോ വാല്യൂ പ്രോഡക്ട്സ് ആയിരിക്കും വിൽക്കുന്നത്. ദെൻ മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് പ്ലേസസിൽ ഗുഡ്സ് വിൽക്കാനായിട്ട് സാറ്റർഡേസിലോ സൺഡേസിലോ, നമ്മൾ സൺഡേ മാർക്കറ്റ്, മൺഡേ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല, അവരൊരു സിംഗിൾ ലൈൻ ഓഫ് ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുന്നു. ദെൻ സ്ട്രീറ്റ് ട്രേഡേഴ്സ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രീറ്റിൽ ഓരോ കോർണേഴ്സിലൊക്കെ അവരുടെ ആർട്ടിക്കിൾസ് ഡിസ്പ്ലേ ചെയ്ത് റെയിൽവേ സ്റ്റേഷൻസിലും അതുപോലുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്ത് സാധനങ്ങൾ വിൽക്കുന്നു. അതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ചീപ്പ് ജാക്സ്. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ഷോപ്സ്, ടെമ്പററി നേച്ചേഴ്സിൽ ഓരോ ലൊക്കാലിറ്റിയിൽ സാധനങ്ങൾ വിൽക്കും. അവർ ഫ്രീക്വന്റ് ആയിട്ട് ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് അതൊരു ലൊക്കാലിറ്റിയിലോട്ട് മാറാറില്ല. വാച്ചുകൾ, ഷൂകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവരാണ്. ദെൻ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഉണ്ട്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് പറഞ്ഞാൽ അവർ റീറ്റെയിലേഴ്സ് മെയിൻറ്റെയിൻ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ലൈക്ക് ഒരു ഫിക്സഡ് സ്ഥലത്ത് സാധനം എടുത്ത് ഷോപ്പ് ഇട്ട് വിൽക്കുന്നവരാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദീസ് പേഴ്സൺസ് പർച്ചേസ് ഗുഡ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽ ഇൻ സ്മോൾ ലോട്ട്സ്. അതാരാണ്? ഹോൾസെയിലേഴ്സ് ആണ്. ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് സ്മോൾ ലോട്ട്സിൽ സാധനങ്ങൾ വിൽക്കുന്നത്. എന്തൊക്കെ സർവീസസ് ആണ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹോൾസെയിലേഴ്സ് ബൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഇത് വാങ്ങിക്കാൻ ആളുണ്ട്. റിസ്ക് ബെയറിംഗ്. ഹോൾസെയിലേഴ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓൺ നെയിമിൽ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസ്ക്, പ്രൈസസിന്റെ റിസ്ക്, തെഫ്റ്റും സ്പോയിലേജ് എന്തെങ്കിലും ഉണ്ടാകും, ഫയർ, ഇതിന്റെ റിസ്ക് ഒക്കെ അവർ തന്നെ ബെയർ ചെയ്യും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അവരൊന്നെങ്കിൽ റെഡി പേയ്മെന്റിലോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റിലോ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സോ ദേ വിൽ ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാനുഫാക്ചേഴ്സിന്. അതുപോലെ എക്സ്പെർട്ട് അഡ്വൈസ്. ഹോൾസെയിലേഴ്സ് പ്രോഡക്ട്സ് ബൾക്കായിട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക് കസ്റ്റമർ പ്രിഫറൻസും മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. സോ അവർ അഡ്വൈസസ് കൊടുക്കാറുണ്ട്. ദെൻ ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. ഹോൾസെയിലേഴ്സ് എപ്പോഴും ബൾക്കായിട്ട് ഓർഡേഴ്സ് വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, കൃത്യമായിട്ട് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് മാനുഫാക്ചേഴ്സിന് പറഞ്ഞു കൊടുക്കും. ദെൻ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഹോൾസെയിലേഴ്സ് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. ദെൻ ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂറ്റി. ഹോൾസെയിലേഴ്സ് കൃത്യമായിട്ട് പ്രൊഡക്ട്സ് വാങ്ങുന്നതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സിന് ത്രൂ ഔട്ട് ദ ഇയർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
Then services of wholesalers to retailers. Availability of goods. The wholesalers make the products of various manufacturers readily available to the retailers. കൃത്യമായിട്ട് റീറ്റെയിലേഴ്സിന് ഹോൾസെയിലേഴ്സ് പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കും. മാർക്കറ്റിംഗ് സപ്പോർട്ട്. കൃത്യമായിട്ട് ഏത് രീതിയിലാണ് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെന്നൊക്കെ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് ഹെൽപ്പ് ചെയ്യും. Then grant of credit. The wholesalers generally provide credit facilities to the retailers. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. Then സ്പെഷ്യലൈസ്ഡ് നോളജ്. ഹോൾസെയിലേഴ്സിന് എപ്പോഴും മാർക്കറ്റിന്റെ പൾസ് അറിയാൻ പറ്റും. സോ അവർ പുതിയ പ്രോഡക്ട്സും അതിന്റെ യൂസസും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കും. Then റിസ്ക് ഷെയറിംഗ്. Wholesalers sell goods to retailers in small quantities and thus retailers do not face the risk of storage, reduction in prices. Wholesalers ആണ് ശരിക്കും മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ റിസ്ക് എടുക്കുന്നത്. ബിക്കോസ് അവരാണ് ഹോൾസെയിലിൽ ലാർജ് ക്വാണ്ടിറ്റീസിലെ പ്രോഡക്ട്സ് വാങ്ങി സൂക്ഷിച്ച് വെക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളത്.